നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും പരീക്ഷാ രീതിക്കെതിരെയും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് രംഗത്ത്. നീറ്റ് പരീക്ഷ പൂർണ്ണമായും നിർത്തലാക്കണമെന്നും 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. നീറ്റ് UG 2026 റദ്ദാക്കിയതിനെ തുടർന്ന് രാജ്യവ്യാപകമായി ഉയർന്നുവന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയോടുള്ള തമിഴ്നാടിന്റെ ദീർഘകാല എതിർപ്പ് മുഖ്യമന്ത്രി ജോസഫ് വിജയ് അറിയിച്ചു. നീറ്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നിർത്തലാക്കാനും 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാനും കേന്ദ്ര സർക്കാരിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ ഏറ്റവും പുതിയ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം ദേശീയതല പരീക്ഷാ സമ്പ്രദായത്തിലെ ഘടനാപരമായ പിഴവുകൾ കാട്ടിയെന്നും രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ തകർത്തുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നീറ്റ് നിർത്തലാക്കണമെന്നും MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന കോട്ടയിലുള്ള എല്ലാ സീറ്റുകളും 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നുമുള്ള സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യം തമിഴ്നാട് സർക്കാർ ആവർത്തിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും ആരോപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നീറ്റ് UG 2026 റദ്ദാക്കിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പ്രസ്താവന വന്നത്. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി 5 പേരെ അറസ്റ്റ് ചെയ്യുകയും രാജ്യത്തുടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ചോദ്യപേപ്പർ ചോർച്ച രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പുതിയ ആവശ്യങ്ങൾക്കും കാരണമായിട്ടുണ്ട്. നീറ്റ് പരീക്ഷയുടെ തുടക്കം മുതൽ തുടർച്ചയായി തമിഴ്നാട് സർക്കാരുകൾ ഏകകണ്ഠമായി അതിനെ എതിർത്തു വന്നു. ഗ്രാമപ്രദേശങ്ങളിലെയും സർക്കാർ സ്കൂളുകളിലെയും തമിഴ് മീഡിയം പശ്ചാത്തലത്തിലുള്ളവരെയും സാമൂഹിക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെയും വിദ്യാർത്ഥികളെ ഈ പരീക്ഷ ആനുപാതികമായി ബാധിച്ചില്ലെന്നും വിജയ് പറഞ്ഞു. 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ സീറ്റുകൾ നികത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.